1 കിലോ വെയിറ്റ് വരുന്ന സ്ട്രോബെറി കേക്കാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മുട്ട ഉപയോഗിച്ചാണ് ഒരു കേക്ക് സ്പഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ട്രോബെറീസ് ഒക്കെ കഴുകി കട്ട് ചെയ്ത് നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സിറപ്പ് എന്ന് പറയുന്നത് പാലും കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ കുറച്ച് സ്ട്രോബെറിയുടെ എസൻസ് കൂടെ ടൈഗറിൻ്റെ എസൻസ് ആണ് ആ മിൽക്ക് എസൻസ് അതോട് ചേർത്തിട്ടുള്ള ആ ഒരു സിറപ്പാണ് കേട്ടോ. പിന്നെ ക്രീം ഇട്ടിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫ്രഷ് സ്ട്രോബെറിയുടെ ആ ക്രഷ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ഒന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്ട്രോബെറി പൊതുവേ പുളിപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു ഫോട്ടോ പ്രിൻറ്റ് വെക്കാനുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് എഡിബിൾ ഫോട്ടോ പ്രിൻറ്റ് അവർക്ക് വെക്കുന്നത് വർത്തിയല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിത് എഡിബിൾ അല്ലാത്ത ഫോട്ടോ പ്രിൻറ്റ് വെക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എഡിബിൾ ഫോട്ടോ പ്രിൻറ്റ് നമ്മൾ എടുക്കുന്നതിന് 300 രൂപ, ഈ ഒരു ഫോട്ടോ പ്രിൻറ്റ് ആകുമ്പോൾ 50 രൂപയേ ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി 50 രൂപ കൊടുത്ത് ഇതുപോലെ ഒരു ഫോട്ടോ പ്രിൻറ്റ് എടുത്തിട്ടുണ്ട്. പൈസ കുറഞ്ഞ രീതിയിൽ ഫോട്ടോ പ്രിൻറ്റ് കേക്കിൽ വെക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇതാകുമ്പോൾ 50 രൂപയിൽ കാര്യം നിൽക്കുവേ. ഫോട്ടോ പ്രിൻറ്റിൻ്റെ അടിയിൽ ഇതുപോലെ ഇൻസുലേഷൻ ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് കറക്റ്റ് അളവിന് ഇതിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോ പ്രിൻറ്റ് എടുത്ത് മാറ്റിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഗ്ലൗസ് ഇട്ടുകൊണ്ട് ഈ ഫോട്ടോ പ്രിൻറ്റ് ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആ പ്രിൻറ്റ് എൻ്റെ കയ്യിൽ ഒട്ടി തിരിച്ച് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഊരി മാറ്റിയിട്ട് ഒന്ന് അതിനകത്ത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തേ. പിന്നെ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കസ്റ്റമർ അയച്ചു തന്ന ഫോട്ടോ ഞാൻ അതുപോലെ പ്രിൻറ്റ് എടുക്കാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇതിങ്ങനെ വെക്കുന്നത് ശരിയല്ല, ഡിസൈൻ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ആൾ ഡിസൈൻ ചെയ്ത് തന്നാണ് കേട്ടോ. ആളൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണം എനിക്ക് കിട്ടിയെന്ന് വേണം പറയാൻ. അങ്ങനെ 1 കിലോ ഉള്ള കേക്ക് ഞാൻ ചെയ്തതായി ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. 1.5 കിലോ ആയിട്ട് അതിൻ്റെ വെയിറ്റ്. എന്നാലും നമ്മൾ 1 കിലോയുടെ പൈസ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്നായിരിക്കുന്നു. ഇഷ്ടമായിട്ടാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.